കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് സോഫ്റ്റ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളതും അതേപോലെ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, അതായത് എന്തായിരുന്നു സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ എന്താ നോക്കി, സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതുപോലെ ഓരോ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞു. സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു, ഡിവൈസ് ഡ്രൈവേഴ്സ് പറഞ്ഞു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിലെ പ്രസൻറ്റേഷൻ, അത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നെറ്റ്വർക്ക് എന്നുള്ളത്. അതായത് രണ്ട് ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, രണ്ടിൽ കൂടുതൽ ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എന്ത് നെറ്റ്വർക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നെറ്റ്വർക്ക് എന്താണെന്ന് ഡീറ്റെയിൽസ് നോക്കാം. Network is a collection of computers, servers, mainframes, network devices, peripheral or other devices connect to another, or the sharing of the network എന്ന് പറഞ്ഞാൽ കളക്ഷൻ, ഒരു കൂട്ടം കമ്പ്യൂട്ടർ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത് പറഞ്ഞ പേരാണ് എന്ത് നെറ്റ്വർക്ക്. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത് പറഞ്ഞ പേരാണ് എന്ത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ഓഫ് നെറ്റ്വർക്ക് ഇസ് ഇന്റർനെറ്റ് ആണ് എന്ത് ഒരു ഇതുള്ളത്. കാരണം ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൻ്റെ സെർവർ ഇരിക്കുന്നത് എവിടെ ആയിരിക്കും, അമേരിക്കയിലെങ്ങനെ ഇരിക്കുന്നത്. അത് നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ആ വാട്സപ്പിലൂടെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡാറ്റാസ് സെൻഡ് ചെയ്യുന്നുണ്ട്, ഡാറ്റാസ് ഇങ്ങോട്ട് വരുന്നുണ്ട്, വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണെന്ന് പറഞ്ഞത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സാമ്പിൾ ഓഫ് നെറ്റ്വർക്ക് ഇസ് ദ ഇന്റർനെറ്റ് വിച്ച് കണക്ട്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എന്താണ് നെറ്റ്വർക്ക് എന്നുള്ളത്. അപ്പോൾ ഇതാണെന്ത് ഒരു നെറ്റ്വർക്കിനുള്ള എക്സാമ്പിൾ. ഇതിപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇൻ്റർനെറ്റ് റൗട്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ പേഴ്സണൽ യൂസ്. അത് നമ്മൾ മൊബൈലിൽ വരെ നമുക്ക് എന്ത് ചെയ്യുന്നത് ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് പാരൻ്റായിട്ടൊരു സ്ഥലത്തുണ്ട്, ആ സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കുള്ള ഡാറ്റാസ് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു ഷെയർ ഡാറ്റ തമ്മിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം കമ്പ്യൂട്ടറെ കണക്ട് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് നെറ്റ് വർക്ക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക്. അപ്പോൾ വാട്ട് ഈസ് നെറ്റ്വർക്ക്? എ നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് 2 or more computers that are linked in order to share resources, exchange files or allow electronic communication. ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തന്നെ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഒന്നിൽ റിസോഴ്സ് ഷെയർ ചെയ്യാൻ. ഇപ്പം നിങ്ങൾ കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം, നമ്മൾ പ്രിൻ്റർ ഒരുപാട് സിസ്റ്റം അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ പ്രിൻ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു സ്പെസിഫിക് പ്രിൻ്ററിലോട്ട് പോകും അല്ലേ. അപ്പോൾ അതാണ് എന്തൊരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ റിസോഴ്സ് ഷെയർ ചെയ്യാൻ ആ പ്രിൻ്റർ എന്തുണ്ടാവും, ആ കഫേത്തെ എല്ലാ കമ്പ്യൂട്ടറുമായിട്ട് എന്തുണ്ടാവും കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്ത് വാട്സപ്പിൽ നമ്മൾ ഡാറ്റാസ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് എല്ലാം നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്നത്, അതുപോലെ വെബ് ക്യാം യൂസ് ചെയ്തൊരു കോൾ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ നെറ്റ്വർക്ക് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത് ആക്സസ് ചെയ്യുന്നത്. ടു ദ കമ്പ്യൂട്ടേഴ്സ് ഓൺ ബി ലിങ്ക്ഡ് ത്രൂ കേബിൾസ്. അതായത് ഈ നെറ്റ്വർക്ക് എന്നുള്ളത് എന്താവാം, കേബിൾ ആവാം, ടെലിഫോൺ ലൈൻസ് ആവാം, റേഡിയോ വേവ്സ് ആവാം, സാറ്റലൈറ്റ്സ് ആവാം, ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസ് ആവാം. ഇതിൽ ഏതും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കോളേജിൻ്റെ ലാബിലാണെങ്കിൽ എന്താണ് കേബിൾസ് വഴിയാണ് നമ്മളെന്തുള്ളത് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ചില ആൾക്കാർ വീട്ടിൽ എന്തുണ്ടാവും, ടെലിഫോൺ ലൈനിൽ BSNL എന്നൊക്കെ എന്തുണ്ടാവും, ഇത് വെച്ചിട്ട് ബ്രോഡ്ബാൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്താവും റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് വരുന്ന നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്താണ്, റേഡിയോ വേവ്സ് ആണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. രണ്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് കോമൺലി ആയിട്ട് പറയുന്നത്. ഒന്ന് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും, രണ്ടാമത്തേത് വൈഡ് ഏരിയ നെറ്റ്വർക്കും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കും നോക്കാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് കൺഫൈൻഡ് ടു എ റിലേറ്റീവ്ലി സ്മോൾ ഏരിയ. അതായത് ഒരു സ്മോൾ ഏരിയനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് എന്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മളെ കോളേജിലത്തെ സിസ്റ്റം, ആ സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യില്ല, പുറത്തോട്ടില്ല.
അങ്ങനത്തെ ഒരു ഇതാണ് എന്ത് ലോക്കൽ ഏരിയ, അതായത് ലോക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, പ്രത്യേകിച്ച് സ്ഥലം. ഇപ്പോൾ ഒരു സ്കൂളിനുള്ളിലുള്ള ഒരു നെറ്റ്വർക്ക് എന്തായിരിക്കും, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും. കാരണം അതെന്താണ്, ആ സ്കൂളിനുള്ളിൽ മാത്രം അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടും. അതാണ് എന്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത്. ലാൻഡ്സ് ആർ capable ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ അറ്റ് വെരി ഫാസ്റ്റ് റേറ്റ്. അതായത് ലാൻഡിന് എന്തുണ്ട്, ഫാസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. മച്ച് ഫാസ്റ്റർ ദാൻ ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫർ ഓവർ എ ടെലിഫോൺ ലൈൻ. ഒരു ടെലിഫോൺ ലൈനിലൂടെ ഇത് ചെയ്യുന്നതിനെക്കാട്ടും ഫാസ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഷെയർ ചെയ്യാം. ബട്ട് ദ ഡിസ്റ്റൻസ് ആർ ലിമിറ്റഡ്. അതായത് ഡിസ്റ്റൻസ് ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ ലാബിലാണെങ്കിൽ നമുക്ക് ലാബിന് പുറത്തോട്ട് വയറ് വലിച്ചിട്ട്, ഇപ്പോൾ നമ്മളെ ലാബ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്, ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ബിൽഡിങ്ങിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് അതിന് ലിമിറ്റേഷൻ. അതായത് ഒരു സ്മോൾ ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദ ഡിസ്റ്റൻസ് ഓൾസോ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി അറ്റാച്ച്ഡ് ടു സിംഗിൾ ലാൻ. അതായത് ഒരു സിംഗിൾ ലാൻഡിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടറിന് എന്തുണ്ട്, അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല, കപ്പാസിറ്റിനെക്കാട്ടി കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റംസ് അതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ലാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓഫീസിനുള്ളിൽ അല്ലെങ്കിൽ സ്കൂളിനുള്ളിൽ അല്ലെങ്കിൽ അങ്ങനെ ഓരോ കമ്പനീൻ്റെ ഉള്ളിലുള്ളതാണ് എന്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ആ കമ്പനീൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് ആക്സസ് ഉണ്ടാവുള്ളൂ. ഡാറ്റ വരെ സ്പീഡിൽ ചെയ്യുക. പിന്നെ എന്താണ്, പുറത്തോട്ട് അധികം ഇതായിട്ട് വൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ബിൽഡിങ്ങിൽ നിന്ന് വേറെ ബിൽഡിങ്ങിലോട്ട് അങ്ങോട്ടൊന്നും പാസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബിൽഡിങ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ്ലി ആ ബിൽഡിങ്ങിൽ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ബിൽഡിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ഷൻ വയ്ക്കാൻ പറ്റില്ല. പിന്നെന്താണ്, ഇതിന് കണക്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് എന്താ അതിൻ്റെ സ്പീഡ് കുറയും. വയർലെസ് നെറ്റ്വർക്ക്സ് ആർ റിലേറ്റീവ്ലി ഈസി ടു ഇംപ്ലിമെൻറ്റ് ദീസ് ഡേയ്സ്, എസ്പെഷ്യലി വെൻ കമ്പയർഡ് ടു പ്രോസ്പെക്ട്സ് ഓഫ് ഹാവിംഗ്. അതായത് ഒരു വയർലെസ് ലാൻ നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ഒരു റൗട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വയർലെസ് ലാൻ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എന്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ജിയോഗ്രഫിക് ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് എന്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ, ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ, ഒരു ലാബിൻ്റെ ഉള്ളിൽ, അങ്ങനെ അതിനുള്ളിൽ ഒതുങ്ങി കൂടുന്നത്. അത് പുറത്തോട്ടില്ല. ഒരു ബിൽഡിങ്ങിന് വേറെ ബിൽഡിങ്ങിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യും, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെന്താണ്, ടെലിഫോൺ ലൈനൊക്കെ സ്പീഡിലേക്ക്. പിന്നെന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇമേജ് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ റൗട്ടർ ഉണ്ട്. റൗട്ടറിൽ നിന്ന് എന്താ ഒരു 6 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 ഡിവൈസിന് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷേ ഈ 6ാമത്തെ സിസ്റ്റത്തിൽ നിന്ന് അതൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും. ഒരു പുറത്തോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ബിൽഡിങ്ങിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിലോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് ലാൻ എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ലാൻഡ് നേരെ ഓപ്പോസിറ്റ്. ഒരു ബിൽഡിംഗ് ഒന്നല്ല, ജിയോഗ്രഫിക്കലി ലിമിറ്റഡ് ഒന്നല്ല. നമുക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാം. ഇപ്പോൾ ഒരു ബിൽഡിങ് ഒരു സ്ഥലത്താണെങ്കിൽ അടുത്ത ബിൽഡിങ് 4-5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത ബിൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്യുക. 2 നെറ്റ്വർക്ക് തമ്മിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യിപ്പിക്കുക. അതാണ് എന്ത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒന്നിൽ കൂടുതൽ ലാനുകളെ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്ത് വാൻ. ഇപ്പോൾ നമ്മൾ മൗലാന കോളേജിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, മൗലാന സ്കൂളിൽ കൂട്ടായി ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 നെറ്റ്വർക്കിന് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് എന്ത് വാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാ പറഞ്ഞ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് സ്പാൻസ് എ റിലേറ്റീവ്ലി ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. ടിപ്പിക്കലി എ വാൻ കൺസിസ്റ്റ് ഓഫ് 2 or more ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒന്നിൽ കൂടുതൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്നതാണ് എന്ത് വാൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആർ ഓഫ്റ്റൻ കണക്റ്റഡ് ത്രൂ പബ്ലിക് നെറ്റ്വർക്കിലൂടെയൊക്കെ എന്ത് ചെയ്യല് ഇത് കണക്ട് ചെയ്ത്, സച്ച് ആസ് ടെലിഫോൺ സിസ്റ്റം. ദേ ക്യാൻ ഓൾസോ ബി കണക്റ്റഡ് ത്രൂ ലീസ് ലൈൻസ് ഓർ സാറ്റലൈറ്റ്സ്. അതായത് വാനിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ സെർവർ എവിടെ ഉള്ളത്, ലോകത്ത് വേറെ ഏതോ രാജ്യത്താണ് സെർവർ ഉള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഫോണിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ സെർവറിനെ ആ ഗൂഗിൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ
അതാണ് എന്ത് വാൻ്റെ അഡ്വാൻറ്റേജ്. എത്ര ദൂരത്തുള്ളതാണെങ്കിലും എത്ര ജിയോഗ്രഫിക്കൽ ഏരിയ വലുതാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു നെറ്റ്വർക്ക് ഡിവൈസസിൻ്റെ എക്സാമ്പിളാണ്. ജസ്റ്റ് നോക്കുക ഏതൊക്കെയാണ്: കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മെയിൻ ഫ്രെയിം സെർവർ, കൺസോൾസ് ആൻഡ് തിൻ ക്ലയൻസ്, ഫയർ വാൾസ്, ബ്രിഡ്ജസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ലാനുകൾ തമ്മിലുള്ള അപ്പോൾ വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു അൺകൺട്രോൾഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വലിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാൻ എന്ന് പറഞ്ഞാൽ നോർമലി പറയൽ ഒന്നിൽ കൂടുതലോ ലാനിനെ കണക്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ത് വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ പറഞ്ഞ സ്ലൈഡ് ഇത് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ അടുത്ത എക്സാമ്പിൾസ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈസസ്. അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, സാധാരണ കമ്പ്യൂട്ടറോ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്തോ ആവാം. കൺസോൾസ് ആൻഡ് തിൻ ക്ലയൻസ്, ഫയർ വാൾസൊക്കെ അതൊക്കെ ഇൻ്റർനെറ്റിലുണ്ട്. ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ രണ്ട് സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുപോലെ പിന്നെ വരുന്ന നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്സ്, സ്വിച്ചസ്, ഹബ്ബ്, മോഡം, റൂട്ടർ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, വെബ്കാംസ്, ഇതൊക്കെ ഒരു നെറ്റ്വർക്ക് ഡിവൈസസ് ആണ്. ജസ്റ്റ് നോക്കിയാൽ മതി, ഡീറ്റെയിൽഡൊന്നും കൊണ്ട. അപ്പോൾ അടുത്തത് പറയുന്നത് നിങ്ങൾക്ക് ഇല്ലെങ്കിലും സിലബസിൽ കൊടുത്തില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആൻഡ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു ഡിസൈൻസ് ഉണ്ട്. അതായത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് കുറച്ച് ഡിസൈൻ ഉണ്ട്. ഈ ഏതെങ്കിലും ഒരു ഡിസൈൻ വെച്ചിട്ടായിരിക്കും നമ്മളൊരു ലാന് ക്രിയേറ്റ് ചെയ്യല്. ദ ടേം നെറ്റ്വർക്ക് ടോപ്പോളജി ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് കണക്റ്റഡ് ഡിവൈസസ് ഇൻ ടേംസ് ഓഫ് ജിയോമെട്രിക് ഗ്രാഫ്. അതായത് നമ്മളൊരു നെറ്റ്വർക്കിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ജിയോമെട്രിക് ഗ്രാഫ്. ജിയോമെട്രിക് എന്ന് പറയുമ്പോൾ വരക്കുന്നതാണ്, സർക്കിള്, സ്റ്റാർ, അതൊക്കെയാണ് ജിയോമെട്രിക് ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ഡിവൈസസിൻ്റെ ഒരു ജിയോമെട്രിക് ഗ്രാഫാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിവൈസസ് ആർ റെപ്രസെൻറ്റഡ് ആസ് വെർട്ടിസസ് ആൻഡ് ദെയർ കണക്ഷൻസ് ആർ റെപ്രസെൻറ്റഡ് ആസ് എഡ്ജസ് ഓൺ ദ ഗ്രാഫ്. ഡിവൈസസ് വെർട്ടിസസ് ആയിട്ട് മെൻഷൻ ചെയ്യും, അതുപോലെ കണക്ഷൻസ് എഡ്ജസ് ആയിട്ട് represent it. It describes how many connections each device has, in what order and in what sort of hierarchy. അതായത് ഈ ടോപ്പോളജി ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഏത് ഓർഡറിലാണ് കണക്ഷൻ ചെയ്തിട്ടുള്ളത്, പിന്നെ ഏത് ഹൈറാർക്കിയാണ് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഈ നെറ്റ്വർക്ക് ടോപ്പോളജീസിൽ മെൻഷൻ ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒന്ന് ബസ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, ട്രീ ടോപ്പോളജി, ഹൈബ്രിഡ് ടോപ്പോളജി. ഇത്രയും ടോപ്പോളജീസാണ് ഉള്ളത്. ഇപ്പോൾ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലാനിൻ്റെ ജിയോമെട്രിക്, അതായത് ഏത് രീതിയിലാണ് അതിൻ്റെ കണക്ഷൻ എന്നുള്ളതാണ് എന്തുള്ളത് ഒരു ടോപ്പോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ കുറച്ച് ഞാൻ അവിടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഓരോന്ന്. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസിൽ നിന്ന് എല്ലാ ഡിവൈസിലോട്ടും ഒരു കണക്ഷൻ ഉണ്ട്, ഒരു സെർവർ ടു സെർവർ ഉണ്ട്, അങ്ങനെ എല്ലാ സ്ഥലം. ഇതാണ് മെഷ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ സർക്കിളിലായിരിക്കും എന്ത് ചെയ്യല്, കണക്ട് ചെയ്യല്. ഇതിന് കണക്ട് ചെയ്യും, ഇതിന് കണക്ട് ചെയ്യും, അപ്പോൾ 1 to 1 ആണ് ചെയ്യുന്നത്. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുമ്പോൾ മെയിൻ ഒന്നുണ്ടാവും, ആ മെയിനിൽ നിന്ന് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സ്റ്റാർ ടോപ്പോളജി. ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടാവും, അതിൽ നിന്ന് ഒരു റൂട്ട് ഇവിടെ നിന്ന് പോകണ്ടാവും. നോക്ക്, താഴെ ഒരു റൂട്ട് പോയിട്ട് ഒരു സെർവറിൽ അവിടെ നിന്ന് ബ്രാഞ്ചസ് ആയിട്ട് പോയിരിക്കണം. ഇപ്പോൾ നമുക്ക് ഇത് താഴത്തെ ലൈൻ, ഏറ്റവും താഴത്തെ ലൈൻ നമുക്ക് വേണമെങ്കിൽ റൂട്ടായിട്ട് കാണാം. ആ റൂട്ടിൽ നിന്ന് ഒരു സ്റ്റെമ്മിട്ട് പോയിട്ടുണ്ട് മേലേക്ക്. ആ സ്റ്റെമ്മിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ട്രീ ടോപ്പോളജി. ബസ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കണക്ഷനായിരിക്കും, പക്ഷെ എന്താണ് അതിലെന്ത് ചെയ്യും, ഓരോന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ബസ് ടോപ്പോളജി. അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജി ഉള്ളത്. മെഷ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും, ഒന്നിനും എല്ലാത്തിനും. റിംഗ് എന്ന് പറയുമ്പോൾ 1 to 1 ആയിരിക്കും, ആ 1 വേറെ ഒന്നിനോട് ഉണ്ടാവും. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുമ്പോൾ മെയിനായിട്ടൊന്നും ഉണ്ടാവും, പക്ഷെ എന്നിട്ട് അതിലോട്ട് എന്തുണ്ടാവും, കുറേ എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ട്രീ ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് ഉണ്ടാവും, ആ റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു മെയിൻ ഉണ്ടാക്കും, ആ മെയിനിൽ നിന്ന് എന്താവും പല ബ്രാഞ്ചസ് ആക്കി ഡിവൈഡ് ചെയ്യും. ബസ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു സെർവർ ലൈൻ ഉണ്ടാവും, ആ ലൈനിൽ നിന്ന് എന്ത് ചെയ്യും, ഫർദറായിട്ട് എന്ത് ചെയ്യും, ഓരോ സിംഗിൾ ആക്സസ് ആക്കി മാറ്റുന്നതാണ് ബസ് ടോപ്പോളജി. ഇത് ഓരോ സ്ഥലത്തും ഓരോ യൂസിനനുസരിച്ചിട്ടാണ് ഏത് ടോപ്പോളജിയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യല്. അപ്പോൾ അടുത്ത ജസ്റ്റ് ഇപ്പോൾ അത് കഴിഞ്ഞ് അടുത്തതാണ്
ക്ലൈൻറ്റ് സെർവർ മോഡൽ. ക്ലൈൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെറ്റ്വർക്ക് മോഡലാണ്. ക്ലൈൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് മോഡലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം സെർവറായിട്ട് ഇരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഗൂഗിളിലെ ഒരു കാര്യം എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് സെർവറായിട്ട്. നമ്മളൊക്കെ എന്താണ് ക്ലൈൻറ്റ്സാണ്. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെർവറിൽ പോകും. സെർവറിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും, ക്ലൈൻറ്റിന് കൊടുക്കും. അപ്പോൾ ഇതാണ് എന്തൊരു ക്ലൈൻറ്റ് സെർവർ മോഡൽ. അതായത് ക്ലൈൻറ്റ് എന്ത് റിക്വസ്റ്റ്, ക്ലൈൻറ്റ് ശരിക്കും എല്ലാ ടാസ്കും ചെയ്യുന്നത് ക്ലൈൻറ്റ് ഇത് റിക്വസ്റ്റ് കൊടുക്കും. ആ ടാസ്ക് എന്ത് ചെയ്യും, സെർവർ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണോ അത് എന്ത് ചെയ്യും, ക്ലൈൻറ്റിന് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് എന്ത് ക്ലൈൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ വിച്ച് വൺ സെൻട്രലൈസ്ഡ് പവർഫുൾ കമ്പ്യൂട്ടർ. അതായത് ഒരു മെയിനായിട്ടുള്ള ഒന്ന് എന്തെങ്കിലും ഒരു പവർഫുൾ അല്ലെങ്കിൽ ഒരു മെയിൻ ഫ്രെയിം അങ്ങനത്തെ ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കും. അതായത് ഹൈ സ്പീഡ് i7 പ്രൊസസ്സറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കും സെർവറായിട്ടിരിക്കൽ. ആ സെർവറിലോട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്ലയൻസ് കണക്റ്റഡ് ആയിരിക്കും. ഇതിൽ എന്ത് ചെയ്യും, ക്ലയൻസ് ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, സെർവറിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് എന്ത് ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ഈസ് ഡിസൈൻഡ് ഫോർ എൻഡ് യൂസേഴ്സ്. അതായത് മെയിൻലി ക്ലയൻസിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലയൻറ്റ് സെർവർ മോഡൽ യൂസ് ചെയ്യുന്നത്. called clients to access resources such as files, songs, video collections or some other service from central computer called server. അതായത് സെർവർ ക്ലയൻറ്റ് നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ക്ലയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ക്ലയൻസ് എന്ത് ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ അത് ക്ലയൻറ്റ് നമ്മൾ ഗൂഗിളിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇമേജസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന സെർച്ച് എന്നുള്ള നേരെ റിക്വസ്റ്റ് ആയിട്ട് സെർവറിലോട്ട് പോകും. സെർവറിൽ നിന്നിട്ട് എന്താണോ അതിൻ്റെ റിസൾട്ട് അത് നമുക്ക് എന്ത് ചെയ്യും, ക്ലയൻറ്റിൽ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് എന്തൊരു ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് പാർട്ടുകളിൽ ഒന്ന് ക്ലയൻറ്റ് ഒന്ന് സെർവർ. ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ഒരു സാധാരണ നോർമൽ കമ്പ്യൂട്ടർ. പക്ഷേ സെർവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കും. ഇതാണ് ഒരു ക്ലയൻറ്റ് സെർവറിൻ്റെ ഇത്. ക്ലയൻറ്റ് ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുക, ആ റിക്വസ്റ്റ് എന്ത് ചെയ്യും, സെർവറിലോട്ട് പോകും. സെർവറിൽ എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് പെർഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് ആ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്ലയൻറ്റിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞത്. ഇനി ക്ലയൻറ്റ് സെർവർ നേരത്തെ പറഞ്ഞ തന്നെ ക്ലയൻറ്റ് ആൻഡ് സെർവർ നെറ്റ്വർക്ക് മോഡൽ ഇസ് മോഡൽ ഇൻ വിച്ച് കമ്പ്യൂട്ടർ സച്ച് ആസ് servers provide the network service to other computers such as clients to perform user-based tasks. This model is known as client-server network model. അതാണ് ഞാൻ പറയുന്നത്. ഒരു ക്ലയൻറ്റ് എന്താണ്, ഒരു ചെറിയൊരു എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ആ ക്ലയൻറ്റ് എന്ത് ചെയ്യും, ആ വർക്ക് ക്ലയൻറ്റ് ആയിരിക്കില്ല ചെയ്യില്ല, നേരെ എന്ത് ചെയ്യും, സെർവറിലോട്ട് പാസ് ചെയ്യും. സെർവർ എന്ത് ചെയ്യും, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡാറ്റാസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ്, ആ റിസൾട്ട് നേരെ തിരിച്ചെന്ത് ചെയ്യും, ക്ലയൻറ്റിലോട്ട് പാസ് ചെയ്യും. ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഈസ് നോൺ ആസ് ക്ലയൻറ്റ് പ്രോഗ്രാം. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഗൂഗിൾ ക്രോം എന്താണ്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. പക്ഷേ ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പോയിട്ട് ഗൂഗിളിലെ സെർവറിൽ പോയിട്ട് അവിടെ നിന്നാണ് എന്ത് തരുന്നത്, നമുക്ക് സെർച്ച് റിസൾട്ട് നമുക്ക് എടുത്ത് തരുന്നത്. റണ്ണിങ് ഓൺ ദ ലോക്കൽ മെഷീൻ ദാറ്റ് റിക്വസ്റ്റ് ഫോർ എ സർവീസ് ഫ്രം ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം നോൺ ആസ് എ സെർവർ പ്രോഗ്രാം. അതായത് ടാസ്ക് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് റിസൾട്ട് തരുന്നതാണ് എന്ത്, സെർവർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. എ സെർവർ പ്രൊവൈഡ്സ് എ സർവീസ് ഫോർ മെനി ക്ലയൻറ്റ്സ്, നോട്ട് ജസ്റ്റ് ഫോർ എ സിംഗിൾ ക്ലയൻറ്റ്. ഒരു സെർവർ ഒരു സിംഗിൾ ക്ലയൻറ്റ് വേണ്ടി ആയിരിക്കില്ല എന്ത് ചെയ്യല്, വർക്ക് ചെയ്യില്ല. അതെന്തായിരിക്കും, ഗ്രൂപ്പ് ഓഫ് ക്ലയൻറ്റ് ഉണ്ടാകും. അതായത് ഒരു 10, ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് പറയുമ്പോൾ 35 ആൾക്കാരുണ്ടെങ്കിൽ 35 ആൾക്കാർ ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 35 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സെർവർ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ സെർവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞ സെർവർ എന്താണ്, ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആണെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം ക്ലയൻറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെർവറിന് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. Therefore we can say that client server for many to one relationship. അതായത് ഒരുപാട് ക്ലയൻസും ഒരു സെർവറും, അതാണ് എന്ത് ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സർവീസസ് ആർ റിക്വയർഡ് ഫ്രീക്വൻ്റ്ലി, മെനി യൂസേഴ്സ് ഹാവ് സ്പെസിഫിക് ക്ലയൻറ്റ്. അതായത് ഓരോരുത്തർക്കും ഓരോ ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് ഫേസ്ബുക്കാണ് സെർച്ച് ചെയ്യണമെങ്കിൽ വേറൊരാൾ ചിലപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാമായിരിക്കും സെർച്ച് ഉണ്ടാവുക, വേറൊരാൾ ഗൂഗിളിൽ കയറിയിട്ട് ട്വിറ്റർ ആയിരിക്കും സെർച്ച് ഉണ്ടാവുക.
ഈ 3 യൂസേഴ്സും 3 ക്ലയൻസും 3 ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഒറ്റ സെർവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ ക്ലൈൻറ്റ് എന്താ നോക്കുക. സോറി, പേജ് ഞാൻ വയ്ക്കാൻ പോയി. എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചോ. ക്ലൈൻറ്റ് ആൻഡ് സെർവർ മോഡൽ, ഇതാണ് എന്ത് ക്ലൈൻറ്റിൻ്റെ ഇമേജ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ പോയിൻറ്റ്സ് ഇതാണ്. ക്ലൈൻറ്റ് ആൻഡ് സെർവർ നെറ്റ്വർക്കിംഗ് മോഡൽ ഇത് ജസ്റ്റ് നോക്കട്ടെ. ഞാൻ പറഞ്ഞൊക്കെ തന്നെ നോക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞെന്താ ക്ലൈൻറ്റ് സെർവർ എന്താ, ക്ലൈൻറ്റ് എന്താണ്, സെർവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ഗ്രൂപ്പ് ഓഫ് മെനി ടു വൺ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ഒരു സെർവറും ഒന്നിൽ കൂടുതൽ ക്ലയൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടുത്തത് ക്ലൈൻറ്റ് എന്താ നോക്കാം. ക്ലൈൻറ്റ് ഈസ് എ പ്രോഗ്രാമിംഗ് ദാറ്റ് റൺസ് ഓൺ ദ ലോക്കൽ മെഷീൻ റിക്വസ്റ്റിംഗ് സർവീസ് ഫ്രം ദ സെർവർ. അതായത് ക്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലോക്കൽ മെഷീൻ ആയിരിക്കും. ഇപ്പോൾ നമ്മളെ മൊബൈൽ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ സെർവറിനോട് അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമാണ് ക്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെർവർ ഇസ് എ പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ ദ റിമോട്ട് മെഷീൻ പ്രൊവൈഡിങ് ദ സർവീസസ് ടു ക്ലൈൻറ്റ്. സെർവർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റിമോട്ട് മെഷീനായിരിക്കും. അതായത് ഇപ്പോൾ ഗൂഗിളിലെ സെർവർ എന്നൊക്കെ പറഞ്ഞ പോലെ അതെന്തായിരിക്കും, സെർവർ എന്തിനായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിൻ്റെ സർവീസസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനാണ് സെർവർ ഉള്ളത്. വെൻ ദ ക്ലൈൻറ്റ് റിക്വസ്റ്റ് ഫോർ എ സർവീസ്, അതായത് ക്ലൈൻറ്റ് ഒരു സർവീസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ സെർവർ ഓപ്പൺസ് ദ ഡോർ ഫോർ ഇൻകമിങ്. അതായത് എന്താ ഇൻകമിങ് വരുന്ന റിക്വസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് കീപ്പ് ചെയ്ത് വെക്കും. എ സെർവർ പ്രോഗ്രാം ഈസ് ഇൻഫിനിറ്റ് പ്രോഗ്രാം ഈസ് ആൻഡ് സ്റ്റാർട്ട്സ്. അതായത് അത് ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് പ്രോഗ്രാം, ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കാണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് സമയത്ത് എന്ത് ചെയ്യാം, ക്ലൈൻറ്റിൽ നിന്ന് റിക്വസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഒരാൾ 8 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആൾ 10 മണിക്ക് നോക്കും, അല്ലെങ്കിൽ അടുത്ത ആൾ 11:30 നോക്കും, അടുത്ത ആൾ 12 മണിക്ക് നോക്കും, പിന്നെ 12:30 നോക്കും. അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും സെർവർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻഫിനിറ്റ് പ്രോഗ്രാം. അത് നിൽക്കില്ല, അത് സ്റ്റാർട്ട് ചെയ്യും, അത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ രാത്രി നമുക്ക് ഗൂഗിളിൽ രാത്രി 12 മണിക്ക് നോക്കി കഴിഞ്ഞാലും കിട്ടും, 8 മണി രാവിലെ 8 മണിക്ക് നോക്കി കഴിഞ്ഞാലും കിട്ടും, ഉച്ചക്ക് 1 മണിക്ക് നോക്കി കഴിഞ്ഞാലും കിട്ടും, എല്ലാ സമയത്തും. അപ്പോൾ സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സെർവർ പ്രോഗ്രാം എന്തെങ്കിലും നിൽക്കില്ല, ഇങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഒരു വർക്കില്ലെങ്കിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ക്ലയൻസിൻ്റെ റിക്വസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യും, കാത്തു നിൽക്കും. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. എന്താണ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്സിന് അഡ്വാൻറ്റേജ് ചെയ്യുന്നത്? ഒന്ന് സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരാളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ എന്ത് ചെയ്യുക, അയാൾക്ക് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നോക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ ഡാറ്റാസും ഒരു സ്ഥലത്തായിരിക്കും സ്റ്റോർ ചെയ്യുക. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. എന്താണ് സെൻട്രലൈസ്ഡ് ബാക്കപ്പ് ഈസ് പോസിബിൾ ഇൻ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്സ്. ഓൾ ഡാറ്റ സ്റ്റോർ ഇൻ ക്ലയൻറ്റ് ലെവലിൽ എന്ത് ചെയ്യില്ല, ഡാറ്റ സ്റ്റോർ ചെയ്തെങ്കിൽ എല്ലാ ഡാറ്റാസും ഇപ്പോൾ 10 ക്ലയൻസ് ഉണ്ടെങ്കിൽ 10 ആൾക്കാരും സേവ് ചെയ്യുന്ന ഡാറ്റാസൊക്കെ എവിടെ പോയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യൽ, സെർവറിൽ പോയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യല്. അടുത്ത സെക്യൂരിറ്റി. ദീസ് നെറ്റ്വർക്ക്സ് ആർ മോർ സെക്യൂർ ആസ് ഓൾ ദ ഷെയർ റിസോഴ്സ് ആർ സെൻട്രലി അഡ്മിനിസ്ട്രേറ്റഡ്. സെക്യൂരിറ്റി ഭയങ്കര തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതല്ല, ഇപ്പോൾ നമ്മളൊരു ലാബിൽ 10 സിസ്റ്റം കണക്ട് ചെയ്ത് 10 സിസ്റ്റം ക്ലയൻറ്റും ഒന്നിന് സെർവറാക്കി, മൊത്തം 11 സിസ്റ്റം ഉണ്ട്. ആ 11 സിസ്റ്റത്തിൽ 1 സെർവറും ബാക്കി 10 ക്ലയൻറ്റും ആണെങ്കിൽ എന്നിട്ട് നമ്മൾ പ്രിൻ്ററും സ്കാനറും എല്ലാ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെർവർ ആയിരിക്കും ഈ എല്ലാ ഡിവൈസസിനും എന്ത് ചെയ്ത് കൺട്രോൾ ചെയ്ത്. അപ്പോൾ സെർവറിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് വേറൊരാൾക്ക് ഒരു ക്ലയൻറ്റിന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് ഒരു റിസോഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആവശ്യം അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റിസോഴ്സസ് എല്ലാവർക്കും എന്ത് ചെയ്യും, ഷെയറും ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ പറയുന്നത്. പെർഫോമൻസ് പറയുന്നത് യൂസ് ഓഫ് ഡെഡിക്കേറ്റഡ് സെർവർ ഇൻക്രീസസ് സ്പീഡ് ഓഫ് ഷെയറിംഗ് റിസോഴ്സസ്. അതായത് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമില്ല, ടൈമിന് എന്തായിരിക്കും, ആ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പെർഫോമൻസ് പറയുന്നത്. അപ്പോൾ എന്തായാലും പെർഫോമൻസ് കൂടുതൽ ഒരു പവർഫുൾ കമ്പ്യൂട്ടറിന് നമ്മൾ സെർവറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും പെർഫോമൻസ് കൂടുതലായിരിക്കും. സ്കേലബിലിറ്റി. വി ക്യാൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് ആൻഡ് സെർവേഴ്സ് സെപ്പറേറ്റ്ലി. ദ ന്യൂ എലമെന്റ്സ് ക്യാൻ ബി ആഡഡ്. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കേലബിലിറ്റി വലിപ്പം കൂട്ടാം. നമുക്ക് എത്ര ഡിവൈസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ക്ലയൻറ്റ് സെർവർ മോഡലിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സെർവർ മെയിനാക്കി വെച്ചിട്ട് ഇപ്പോൾ 11 വെച്ച് പിന്നെ 12ാമത്തെ നമുക്ക് ആഡ് ചെയ്യാം, 13ാമത്തെ ആഡ് ചെയ്യാം, 14ാമത്തെ ആഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. 2 സെർവറാക്കി വെച്ചിട്ട് ഇതിലോട്ട് എന്ത് ചെയ്യും, 46 സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് വേണ്ടിയിട്ട്
ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ സ്കേലബിലിറ്റി എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ്. സ്കേലബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ വലിപ്പം കൂട്ടുക, അതാണ് സ്കേലബിലിറ്റി എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ഒന്ന് ട്രാഫിക് കൺജഷൻ. ട്രാഫിക് കൺജഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൽ വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ട്രാഫിക് കൺജഷൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരേ സമയം 10 ക്ലയൻറ്റും ഒരേ റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ 10 ക്ലയൻറ്റും ഒരേ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ 10 ക്ലയൻറ്റ് സെർവറിന് അത് ഒറ്റ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം വന്ന ഒരു ക്യൂ ക്രിയേറ്റ് ചെയ്യും. ആദ്യം വന്ന ക്ലയൻറ്റ് ആരാണോ ആ ക്ലയൻറ്റിന് ആദ്യം എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ ഒരു ട്രാഫിക് കൺജഷൻ എന്തുണ്ടാവും, ക്ലയൻറ്റ് സെർവർ മോഡലിൽ ഉണ്ടാവും. അതാണ് ഫസ്റ്റത്തെ ഡിസഡ്വാൻറ്റേജ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ റോബസ്റ്റ്നെസ് ഓഫ് എ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് വെൻ ദ സെർവർ ഇസ് ഡൗൺ ദെൻ ദ ക്ലയൻറ്റ് റിക്വസ്റ്റ് കനോട്ട് ബി മെറ്റ്. അതായത് സെർവർക്ക് നമ്മളിപ്പോൾ നിങ്ങൾ ഇതൊക്കെ നെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെർവർ ഡൗൺ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ മൊത്തം ക്ലയൻറ്റ്സ് എന്തായിരിക്കും, സ്ലോ ആയി മാറും. നമ്മളെ റിക്വസ്റ്റൊക്കെ ഒന്നും എന്തെങ്കിലും ചിലപ്പോൾ കിട്ടൂല, ചിലപ്പോൾ എന്താവും ചിലപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആവും. അപ്പോൾ അതാണ് റോബസ്റ്റ്നെസ് ഇല്ല എന്ന് പറയുന്നത്. പിന്നത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ഇസ് വെരി ഡിസിസീവ്. Sometimes regular computer hardware does not serve a certain number of clients. In such situation, specific hardware is required as a server side to complete the work. ചില സമയങ്ങളിൽ ചില ടാസ്കുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഒരു പവർഫുൾ കമ്പ്യൂട്ടർ അല്ല നമ്മളവിടെ സെർവറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, സ്റ്റക്കാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണലായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഹെൽപ്പ് എന്ത് കൊടുക്കേണ്ടി വരും, സെർവറിന് കൊടുക്കേണ്ടി വരും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സംടൈംസ് ദ റിസോഴ്സസ് എക്സിസ്റ്റ് ഇൻ സെർവർ ബട്ട് മേ നോട്ട് എക്സിസ്റ്റ് ഇൻ ദ ക്ലയൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ആപ്ലിക്കേഷൻ ഇസ് വെബ് then we cannot take the printout directly on printers without taking out the print view window on the web. അതായത് ചില ആപ്ലിക്കേഷൻസ് ക്ലയൻറ്റിൽ ഉണ്ടാവും, ചില ആപ്ലിക്കേഷൻ സെർവറിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് സെർവറിൽ ഉണ്ടാവും, ചില ആപ്ലിക്കേഷൻസ് ക്ലയൻറ്റിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ സമയങ്ങളിലൊക്കെ എന്തൊക്കെ ചെറിയൊരു പ്രശ്നം അനുഭവപ്പെടും. അപ്പോൾ അതാണ് ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. ഒന്ന് ട്രാഫിക് കൺജഷൻ, രണ്ടാമത് റോബസ്റ്റ്നെസ് ഇല്ല, മൂന്നാമത്തത് എന്താണ് ഈ സോഫ്റ്റ്വെയർസിന്, അതായത് ചില സമയങ്ങളിൽ ആവശ്യമുള്ള ഫയൽ സെർവറിൽ ഉണ്ടാവില്ല, ക്ലയൻറ്റിൽ ഉണ്ടാവില്ല, സെർവറിൽ അങ്ങനത്തെ ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ എന്താണ് server sometimes the resources exist in the server but may not exist in the client. ഇത് പറഞ്ഞ പോലെ എന്താണ്, ക്ലയൻറ്റിൽ ഉണ്ടാവില്ല, സെർവറിൽ ഉണ്ടാവും, ക്ലയൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതോടുകൂടി എന്താണ് ഫസ്റ്റ് യൂണിറ്റ് നിങ്ങളത് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് യൂണിറ്റ് എന്തായാലും നിങ്ങൾക്ക് രമ്യ മിസ്സായി കൊടുക്കൽ. അപ്പോൾ ഇതോടെ ഒരു യൂണിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നന്നായി പഠിക്കുക എല്ലാവരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പേഴ്സണലി ആയിട്ട് ചോദിക്കും കേട്ടോ. Thank you.